ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക റെസിപ്പി ഐഡിയ അല്ല, എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്ത റെസിപ്പിയിലൊക്കെ ആവശ്യമായി വന്നിട്ടുള്ള ഒന്നാണ് തേങ്ങാപ്പാൽ. അതുപോലെ ഇനിയും തേങ്ങാപ്പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള റെസിപ്പികൾ വരാനിരിക്കുന്നു. അപ്പം ചില സമയത്ത് ഒന്നാം പാല്, രണ്ടാം പാല് എന്നൊക്കെ പറയുമ്പം തുടക്കക്കാരായ ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ സമർപ്പിക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രീസറിൽ വെച്ച തേങ്ങയാണെങ്കിൽ നന്നായി തണുപ്പ് പോയതിന് ശേഷം ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിച്ച് എടുത്താൽ മതി. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. കുറഞ്ഞ അളവിലുള്ള തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റ കൈ കൊണ്ട് തിരുമ്മിയെടുക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ 2 കൈയും ഉപയോഗിച്ച് ഇങ്ങനെ തിരുമ്മിയെടുക്കണം. ഇനി ഒന്നാം പാല് നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് കയ്യിൽ വെച്ച് തന്നെ പിഴിഞ്ഞെടുക്കുന്നത്. പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നല്ലൊരു മുണ്ടിൽ തേങ്ങ അങ്ങനെ പിഴിഞ്ഞെടുക്കാറാണ് പതിവ്. തേങ്ങയുടെ ഒന്നാം പാലാണ് നല്ല കട്ടിക്ക് കിട്ടുന്നത്. അതായത് ഈ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന ഈ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന പാലാണ് ഒന്നാം പാല്. നന്നായി തിരുമ്മിക്കഴിഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. വളരെ കുറച്ച് തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒരുപാട് പായസത്തിലേക്കൊക്കെ ഒരുപാട് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ മുണ്ടിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഞാനിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നാം പാല് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാം പാല് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഇത് മിക്സിയിൽ ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാ, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. വെളിച്ചെണ്ണ കിട്ടുന്ന തേങ്ങാപ്പൊടി അതുകൊണ്ട് ഇങ്ങനെ പാല് പിഴിഞ്ഞെടുത്താലൊന്നും ഇത്ര കിട്ടില്ല കേട്ടോ. ഇത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മാഗിയുടെ ഒക്കെ അല്ലെങ്കിൽ ഈസ്റ്റേണിൻ്റെ ഒക്കെ തേങ്ങാപ്പാൽ പൊടി ഉണ്ട്. അതൊന്നും നമുക്ക് ഡയറ്റിൽ അനുവദിച്ചതുമല്ല. ഇതാണ് നമ്മൾ ആദ്യം നല്ല കട്ടിക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത ഒന്നാം പാല്. പിന്നെ ഇത് രണ്ടാം പാല്. ഇനി കയ്യിൽ ബാക്കിയുള്ള തേങ്ങാപ്പീര കൊണ്ട് ഒന്നുകൂടി ചൂടുവെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. ഇതിനെയാണ് തേങ്ങയുടെ മൂന്നാം പാല് എന്ന് പറയാം. ഇതൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് രണ്ടാം പാല്, മൂന്നാം പാല് അങ്ങനെ മാറ്റി മാറ്റി എടുക്കേണ്ടതുള്ളൂ. തേങ്ങാപ്പാൽ റെഡിയാക്കിയ ശേഷം ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്യും വെള്ളവും വേറെ വേറെ വേറിട്ട് നിൽക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കലായിരിക്കും ഉത്തമം. റെസിപ്പികൾക്ക് മാത്രമല്ല, തേങ്ങാപ്പാൽ നല്ലൊരു ജ്യൂസായിട്ടും നമുക്ക് കഴിക്കാം. രുചിക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ഏലക്കായ കൂടി ചതച്ച് ചേർക്കാം. ഞങ്ങൾ ഇതിങ്ങനെ കഴിക്കാറുണ്ട്. lchfകാർക്ക് വേണ്ട പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫാറ്റ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടിയാണിത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.